ഹായ് ഫ്രണ്ട്സ്, ഞാൻ റോസാണ്. റോസ് കളക്ഷൻസ് തൃശ്ശൂരിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ നമ്മൾ കോട്ടൺ സെറ്റ്സ് ആണ് കാണിക്കുന്നത്. 1000 ബിലോ റേഞ്ച് വരുന്ന 980 950 റേഞ്ച് വരുന്ന സെറ്റുകളാണ് കാണിക്കുന്നത്. നമുക്ക് ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് ആണ്. പിന്നെ ചുങ്കിടിയുടെ മെറ്റീരിയൽസ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചുങ്കിടി യൂസ് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കളർ ഗ്യാരണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല. ചുങ്കിടിയുടെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് അറിയുന്നതാണ്. മെയിൻലി വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യാം, അതായിരിക്കും ഒരു ഓപ്ഷൻ. നമുക്ക് അതിനൊരു ഗ്യാരണ്ടി എടുക്കാൻ പറ്റില്ല. ഓൾറെഡി ചുങ്കിടിക്കാനൊരു ടെക്സ്ചർ ഉണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ കളർ പോകാൻ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് വാഷിൽ നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി അത് കുറയാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പീസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പിക്കോക്ക് ഗ്രീൻ കളറാണ്. ഫുള്ളി തിക്കായിട്ട് ചുങ്കിടിയാണ്. ചുങ്കിടിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓരോന്നും ടൈ ആൻഡ് ഡൈ ആണ് ചെയ്യുക. അപ്പോൾ കുറച്ച് പ്രകടനമായിട്ടുള്ള ഒരു പണിയാണ്, പ്രൊസീജിയറാണ്. നമ്മൾ ഫുള്ളായിട്ട് അതിങ്ങനെ അഴിച്ച് ലെവലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരെ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലുമേ ടൈ ആൻഡ് ഡൈ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ ടെക്സ്ചർ. ലെങ്ത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 46 ആ ലെങ്ത് ഒക്കെ കിട്ടും. പിന്നെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മൽമൽ കോട്ടണിലാണ്. ഇങ്ങനെയാണെങ്കിൽ ദുപ്പട്ടയുടെ ടെൻഡൻസി നിൽക്കുന്നത് ഇതേപോലെയാണ്. ഇങ്ങനെയാണ് ബോർഡർ പോകുന്നത്. ഇത് ഫുള്ളി ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട് കോട്ടൻ്റെ. പിന്നെ ഏറ്റവും അടിയിൽ ഇതിന് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കളർ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കളർ ഗാർഡ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഇതും ഇതുപോലെ തന്നെ ടൈ ആൻഡ് ഡൈ ആണ് ചെയ്തേക്കുന്നത്. നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. വളരെ ലവ്ലി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരാം. ഏറ്റവും അടിയിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദുപ്പട്ടയുടെ ലെങ്ത് ഒരു 2.3 2.4 ആ ലെങ്ത്താണ് വരാം. ഇതേപോലെ വരും. നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വന്നേക്കുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്കിത് 980 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരാം. ബാക്ക് സൈഡ് വരുന്നത് ഇതേപോലെ തന്നെയാണ്. ഓക്കെ, നല്ലൊരു പിക്കോക്ക് ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടേമറിക് യെല്ലോ കളറാണ്. നമ്മുടെ മഞ്ഞളുടെയൊക്കെ ഒരു കളറായിട്ട് വരും. സെയിം ആണ് ടെക്സ്ചർ വരുന്നത് ഇതേപോലെ. പിന്നെ നമ്മൾ വീഡിയോസിൽ പ്രത്യേകിച്ച് പറയാറുള്ളത്, വീഡിയോസ് ഓൺലൈൻ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഓൺലൈൻ മാത്രമാണ് നമുക്ക് സെയിലുള്ളൂ. ഷോപ്പിലേക്ക് വന്നാൽ അത് അവൈലബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് പീസ് വരുന്നത് ഇതാണ്. നല്ലൊരു മാംഗോ യെല്ലോ ടേമറിക് യെല്ലോനൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം പീസ് വരുന്നത്. 980 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ദുപ്പട്ട ഇതേപോലെ വരും. ഫുള്ളി ചുങ്കിടിയിലാണ്. ഏറ്റവും അടിയിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇതേപോലെ സൈഡിലൊരു ബോർഡറും പോകുന്നുണ്ട്. എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്ത് നിങ്ങളിത് വാഷ് ചെയ്യാൻ 980 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഇതേപോലെയാണ്. വളരെ ലവ്ലി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ റെഡാണ്. മെറൂൺ ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതേപോലെ എൻ്റെ ലുക്ക് വരും. ഇതുപോലെ സ്ട്രെച്ചിങ് ആണ്. നമുക്കിത് ടൈ ചെയ്ത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും തോറും എക്സ്ട്രാ ആയിട്ട് വരും. ഇത് എല്ലാതും ഒരേപോലെയാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ്. അടിഭാഗത്തേക്ക് ലേസ് വരും. ബോർഡർ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതേപോലെ വരും. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. 980 ആണ് നമ്മൾ കാണിക്കുന്ന എല്ലാ പീസുകളും. ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട്. ഇതിൻ്റെ ഡാർക്ക് ഒരു വയലറ്റ് ഷെയ്ഡും കൂടി ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഗ്രേ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ്. ലിമിറ്റഡ് സ്റ്റോക്കുള്ള നമ്മുടെ കയ്യിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതേപോലെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. 980 തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ ഏതെങ്കിലും പീസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോർവേഡ് ചെയ്തിടാം. നെക്സ്റ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൻ്റെ, നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന കോട്ടൻ്റെ സെറ്റുകളാണ്. ഇത് ഇതേപോലെ നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡാണ്. 2.5 മീറ്റേഴ്സ് വരും. ഇതിന് ദുപ്പട്ട വരുന്നത് മൽ കോട്ടണിലാണ്. സോഫ്റ്റ് മൽ കോട്ടണിൽ രണ്ട് സൈഡും ബോർഡർ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരാം. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 990 ആണ്. ഇതേപോലെ ഇതിൻ്റെ ഫുൾ ഡിസൈനും എംബ്രോയിഡറി ഉണ്ടാവും. പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് ജോലിക്കൊക്കെ ഇട്ട് പോകാൻ നല്ലൊരു ഓപ്ഷനാണിത്. ഇതേപോലെ ഡൈ ചെയ്തിട്ടുള്ള പാറ്റേൺ തന്നെയാണ്. ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ വരും. 990 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് പീസ് വരുന്നത് അതിൽ തന്നെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ. മൊത്തം ഫ്ലോറലായിട്ടുള്ള ഡിസൈനിങ് ആണ്. കോട്ടൺ, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് നല്ല കംഫർട്ടബിളാക്കി സീസൺ ഇടാൻ പറ്റിയ ഷെയ്ഡാണ്. ഇതിന് വരുന്നത് ഇങ്ങനൊരു കോമ്പിനേഷനാണ്. ഒരു ചിക്കു ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടം. ബോട്ടം പ്ലെയിൻ വരും. ദുപ്പട്ട വരുന്നത് ചിക്കു ഷെയ്ഡിലാണ്. ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക. അടിയിലേക്ക് ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. 990 ആണ് പ്രൈസ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. സ്ലേറ്റ് ഗ്രേ ഷെയ്ഡാണ്. ഇതും വളരെ ലവ്ലി ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് കോമ്പിനേഷനാണ്. ഇതേപോലെ വരും. 2.5 മീറ്റേഴ്സാണ് ഫുള്ളായിട്ട് വരിക. ഒരേ പ്രിൻറ്റിലാണ് ഫോളോ ചെയ്യുക. ഇതുമ്പോൾ രാമ ഗ്രീൻ കോമ്പിനേഷനാണ് വരുന്നത്. ഇതേപോലെ വരും. ഇച്ചിരി സ്റ്റാർച്ചഡാണ് മെറ്റീരിയൽ. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് കിടക്കും. പിന്നെ നമുക്ക് സ്റ്റിഫായി നിൽക്കണമെങ്കിൽ സ്റ്റാർച്ച് അപ്ലൈ ചെയ്യണം. ബോട്ടം വരുന്നത് ഇതായിരിക്കും. എല്ലാതും 990 ആ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള
മുഖത്തേക്ക് വളരെ ഭംഗി വരുന്ന ഒരു യെല്ലോ ആണ് വരുന്നത്. ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തേക്കുന്ന കോമ്പിനേഷൻ ഗ്രേ ആണ് ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത്. ഇതേപോലെ കോമ്പിനേഷൻ വരും. ബോട്ടം വരുന്നത് കോട്ടൻ്റെ തന്നെ ഗ്രേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പീസുകളിൽ ഏതെങ്കിലും പീസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്കിങ്ങിലേക്ക് അയച്ചിടാം. പേയ്മെൻറ്റ് അവൈലബിൾ ആണ്. തിരിച്ച് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ കൺഫർമേഷൻ ആക്കിയാൽ മാത്രമാണ് ഷിപ്പിംഗ് അഡ്രസ്സും അയച്ചിടാം. സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ പ്രത്യേകിച്ച് സ്പീഡ് പോസ്റ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കല്ലെങ്കിൽ DTDC ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കളക്ട് ചെയ്യാൻ ഇഷ്യൂ വരാതിരിക്കാനാണ് സ്പീഡ് പോസ്റ്റ് വേണ്ട കസ്റ്റമേഴ്സ് നിർബന്ധമായിട്ട് സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.